കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പെൻഷൻകാരുടെ പ്രതിഷേധ പ്രകടനം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CO കൊച്ചുമാത്യു ഉദ്ഘാടനം ചെയ്തു. ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്തപ്പോൾ ഇഷ്ടംപോലെ കാശ് കിട്ടി, അതിന് പെൻഷനും ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ള സത്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ എന്താണ് സത്യം എന്ന് അറിയാൻ അല്ലെങ്കിൽ അറിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ജനകീയ ഗവൺമെൻറ്റുകൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും പരിഷ്കരിച്ച് വന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 2021 നടപ്പിലാക്കി 19 നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷനും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ അതിലുണ്ടാകുന്ന അരിയറ് 4 ഗഡുക്കളായിട്ട് തരാൻ സമ്മതിക്കുകയും അതിൽ 2 ഗഡുക്കൾ 21 ഇലക്ഷന് മുന്നായി നമുക്ക് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അനുവദിക്കാമെന്ന് പറഞ്ഞ് ഓർഡറാക്കിയിരുന്ന ആ 2 ഗഡു അനുവദിക്കാതിരിക്കുകയും പിന്നീട് 2 ഗഡു തരുകയും ഇനിയും DAയുടെ 2 ഗഡു കൂടി തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ധർണയും മാർച്ചുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാലത്തും കേന്ദ്രം DR വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ചുകൊണ്ടിരുന്ന DRന്റെ ആ കുടിശ്ശിക യഥാർത്ഥത്തിൽ 22% ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് KS മോഹനൻ അധ്യക്ഷനായി. കഴിയുന്ന കുട്ടികളൊക്കെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെ ശബ്ദം ഉയർത്തിയാൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ? ഈ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ധർണ നടത്താനോ ഒരു പ്രകടനം നടത്താനോ അല്ലാതെ ഈ പ്രായമായ പെൻഷൻകാർക്ക് വേറെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഈ പ്രതിഷേധം ഇങ്ങനെ രീതിയിൽ അവതരിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മൾ നടന്നു. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വലിയ ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് മാത്രം മുറവിളി കൂട്ടുന്ന ഒരു സംഘടനയല്ല നമ്മുടെ സംഘടന. നമ്മൾ ഈ കേരളത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ അകമഴിഞ്ഞ നമ്മുടെ പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ നമ്മൾ ഗവൺമെന്റിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി K രാമകൃഷ്ണൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സി പോൾ, സംസ്ഥാന കൗൺസിലർമാരായ രാമൻകുട്ടി മിനിങ്, ഔസേപ്പ് കോടന്നൂർ, ഗോപിനാഥൻ, ബ്ലോക്ക് ട്രഷറർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്കിൽ ഉൾപ്പെട്ട ചേർപ്പ് നോർത്ത്, സൗത്ത്, പാറളം, അവിനിശ്ശേരി, വല്ലച്ചിറ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള 100 കണക്കിന് അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു.